ഈ സാധനമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ മാറ്റും. ഇതാണ് ശരിക്കും ബ്ലേഡ്. ഇതാണ് ഇത് ബാർ. ഇത് ചെയിന്. ഈ ചെയിന് ബാർ കയറ്റിയിടുമ്പോൾ ഈ നോബ് ഉണ്ടോ, ഈ നോബ് ഈ ഹോളിൻ്റെ അകത്ത് കിടക്കണം. എന്നാലേ ചെയിൻ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ അത് ശരി. ആദ്യമേ ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇത് മൈനസ് പുറയിലേക്ക് തിരിച്ച് ഏറ്റവും പുറയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേ നമുക്ക് ഈ ചെയിൻ ഈസി ആയിട്ട് കയറ്റിയിടാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം രണ്ടാമത് ടൈറ്റ് ചെയ്യാൻ. ലൂസായെങ്കിൽ നമുക്ക് ഊരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ഈ ഹോളിനകത്ത് നോക്കിയിട്ട് ഇത് കയറ്റിയിട്ടാം. അപ്പോൾ ഈ ഹോളിനകത്ത് കയറി നിൽക്കുന്നത് ഈ പീസാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത്. പുതിയ പീസ് ഇതാണ് ഓരോന്ന് വെച്ചിട്ടുള്ളൊന്നും പൊട്ടൽ വെച്ചിട്ടുള്ളൂ. ചെയിൻ ഇടുമ്പം ഇതുണ്ട്, ചെയിൻ്റെ ഈ ഒരു ഭാഗത്ത് മൂർച്ച ഉണ്ടാവുള്ളൂ. ഈ ഒരു ഭാഗത്ത് ഇത് മുന്നേക്കാണ് കറങ്ങുന്നത്. അപ്പോൾ മൂർച്ചയുള്ള ഭാഗം അവിടെ മാത്രമേ മൂർച്ചയുള്ളൂ. ഈ ഒരു ഫ്രണ്ടിൽ മാത്രമേ മൂർച്ചയുള്ളൂ, ബാക്കിൽ മൂർച്ചയില്ല. ഓ ശരി. ചെയിൻ തിരിച്ചിട്ട് കറങ്ങത്തില്ല, നല്ല കട്ടിങ് നടക്കുക. അപ്പോൾ മൂർച്ചയുള്ള ഭാഗം ഫ്രണ്ടിലായിരിക്കണം. അതെങ്ങനെ അറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട്? ഓക്കെ ഓക്കെ. ഇത് അല്ലേ ബാക്കിലല്ലോ. ശരി ശരി. കയറ്റി ഇടുമ്പോൾ കറക്റ്റ് ഈ സ്പോക്കറ്റിൻ്റെ അകത്തുകൂടി ഇങ്ങനെ വേണം കറക്റ്റ് ചെയിൻ കയറി നിൽക്കാൻ. ഇതിൻ്റെ അകത്തുകൂടി ഈ സൈഡിലൊന്നും വന്ന് കിടക്കരുത്. ഈ സൈഡിൽ ഇങ്ങനെ സൈഡിൽ കൂടി ഒന്നും വന്ന് കിടക്കരുത്. കറക്റ്റ് ഈ പല്ലിരിക്കുന്നുണ്ടോ ഇതിൻ്റെ അകത്തുകൂടി തന്നെ ആയിരിക്കണം. ചെയിൻ ഇട്ടു, പിന്നെ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്താൽ മതി അല്ലേ? ടൈറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇത് പുറകോട്ടല്ല തിരിച്ച് വെച്ചത്, ഈ സ്ക്രൂ പുറകോട്ടാണ് തിരിച്ച് വെച്ചത്. ഇപ്പം ഞാൻ മുന്നേക്ക് തിരിക്കുകയാണ്. ചെയിൻ ടൈറ്റ് ആയി വരുന്നുണ്ടോ? ബാറ് മുന്നേക്ക് പോകും. അപ്പം ബാറ് മുന്നേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ അടപ്പ് വെച്ചിട്ട് വേണം ചെയ്യാം. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓപ്പൺ വെച്ച് ചെയ്തിരിക്കുന്നത്. ടൈറ്റ് ആയി, ഫുൾ ടൈറ്റ് ആയിട്ടില്ല, ഇച്ചിരി ടൈറ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സൈഡ് കറ കൊടുക്കുക. ഓക്കെ, സൈഡ് കറ വെച്ചിട്ട് ഈ നട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ പൊള്ളിച്ച് വെച്ചാൽ മതി, മുറുക്കണ്ട. ഓക്കെ, ഇങ്ങനെ വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ട് കഴിയുമ്പോൾ മുമ്പേ നമ്മൾ പിടിച്ച നോബിലേക്ക് ചെല്ലും. ഓക്കെ, ഇനിയും ടൈറ്റ് ചെയ്യാം. ഒന്നുകൂടെ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യാം. ഇത്ര മതിയാവും. ശരി. ഓക്കെ ഓക്കെ. ഇനി ഈ സ്പാനർ കൊണ്ട് ഈ സൈഡിനോട്ട് രണ്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്യും. അപ്പം ചുമ്മാ പൊള്ളിച്ച് വെച്ചിട്ട് ഇനി നല്ലതായിട്ട് ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് ചെയ്യണേ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ തടിയെ വെക്കുമ്പോൾ ചിലപ്പോൾ ലൂസായി പോകും. ചിലപ്പോൾ അങ്ങനെ ലൂസായി പോയാൽ ഒരിക്കലും ഈ നട്ട് ടൈറ്റായിരിക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ട് തിരിച്ചേക്കരുത്. ഇത് ലൂസാക്കി വിട്ടിട്ട് ടൈറ്റ് ചെയ്യാവുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ. അതിപ്പം ഈ കണ്ടീഷനിൽ നമ്മൾ തടിയെ വെച്ച് വെട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ ഇത് ഏതെങ്കിലും കാരണവശാൽ ഇത് ലൂസായി പോയാൽ ഈ രണ്ട് നട്ടും അഴിച്ചു വിട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്യാവുള്ളൂ. നടുക്കത്തത് അതായത് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം വരുമ്പോൾ ഈ രണ്ട് നട്ട് ലൂസായിരിക്കണം. ശരി. ഓക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ത്രെഡ് മൊത്തം പോകും. ഇതാണ് ചെയിനുള്ള സംവിധാനം വരുന്നത്. പിന്നത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് പിന്നെ ടൈറ്റ് ചെയ്യാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പം ഉറപ്പായിട്ടും നമ്മൾ ഈ സാധനം അയച്ചിട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്തൊരു എയർ ഫിൽറ്റർ ഉണ്ട്, അത് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഐസൊലേറ്റർ നമുക്ക് പിടിക്കുക. ഈ സ്വിച്ചുകളെല്ലാം താഴേക്ക് കൊണ്ട് നോക്കുക, ഏറ്റവും താഴെ ഇങ്ങനെ ആയിരിക്കും സംഭവം നിൽക്കുന്നത്. ഇതിപ്പോൾ ഓണാണ്, മണ്ടയ്ക്കത്തെ ഓഫ്, താഴത്തെ രണ്ട് ചോക്ക്. നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോഴും നമ്മൾ ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും താഴെ കൊണ്ട് നോക്കുക. ഈ നോബ് ഇങ്ങോട്ട് തിരിക്കുക, ഇതിങ്ങനെ ഇനി കിട്ടും. ഓക്കെ, വരുന്നു അങ്ങനെയൊക്കെ വരുന്നേ ഉള്ളൂ. പറഞ്ഞു ഇതിൻ്റെ അത് മൊത്തം പൊടിയായിരിക്കും. വെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബ്രഷിന് ഇത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ന് വെട്ടുണ്ടായാലും അന്നെല്ലാം ചെയ്ത് വെക്കണം. ഇല്ലെന്ന് പറഞ്ഞാൽ മെഷീൻ്റെ കംപ്ലൈൻറ്റ് വരും. വെട്ടിയ ശേഷം കളക്ട് ആവും അല്ലേ? അകത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം ഇതിലെ കൂടി എല്ലാം മൊത്തം പൊടി ടെസ്റ്റായി പുറത്തും മൊത്തം ക്ലീൻ ചെയ്ത് വെക്കണം. എന്നാലും എയർ സർക്കുലേഷൻ കറക്റ്റ് ആകുള്ളൂ, അല്ലെങ്കിൽ മെഷീൻ ഓവർ ഹീറ്റ്. അത് എയർ ഫിൽറ്റർ. ഓക്കെ, ഇത് ചെയ്യണം.
ഇല്ലേ കൊണ്ടുവന്നായിരുന്നു നല്ലത്. അതാണ് അതിൻ്റെ സംവിധാനം. ഓക്കെ. പിന്നെ ചെയിന് ഇപ്പോൾ നല്ല മൂർച്ചയുണ്ട്. ആ ഇപ്പം നല്ല മൂർച്ചയുണ്ട്. ആ കുറേ ഇപ്പം നമ്മൾ കൊണ്ട് വെട്ടുമ്പോൾ പെട്ടെന്ന് കട്ടിങ് ആവും. ആ നല്ല മൂർച്ചയുണ്ട്. കുറേ വെട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ മൂർച്ച കുറയും. അപ്പം നമ്മൾ രായി കൊടുക്കണം. ആ ഈ ഫ്രെയിം വെച്ച് രാഗം പാടായിരിക്കും. അത് രാഗാനുള്ള സാധനമാണോ? രാഗമുള്ള സാധനമാണ്. ആ ഇനി അഴിച്ചെടുക്കുക. ആരാ അല്ലേ? ആരാ ആ സർവീസ് ഫ്രീ സർവീസ് ചെയ്തു തരുമോ? പറഞ്ഞേ. രാഗ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 2 വശത്തോട്ടാണ് പല്ല് നിൽക്കുന്നത്. ഇങ്ങനെ ഈ പല്ലിങ്ങനെ രാഗ 1.5 റോട്ടുള്ള പല്ലുകളായിരിക്കും. ഇങ്ങനെ രാഗ വിടുക. തിരിച്ച് മിഷൻ നേരെ തിരിച്ച് വെച്ചിട്ട് പുറത്തെ പല്ല് അങ്ങോട്ട് ഇങ്ങോട്ട് രാഗ. അങ്ങനെ ആയിരിക്കും രാഗണ്ടേ. ശരി ശരി. പിന്നെ ഒരു കാര്യം കൂടി, ഇതുണ്ടോ, ഇത് ടേപ്പറായിട്ടാണ് നിൽക്കുന്നത്. ഇത് മുകളിൽ താരേക്കല്ല നിൽക്കുന്നത് ഈ പല്ല്. അപ്പോൾ നമ്മൾ ഈ രാകുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പുറകിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. രാഗി വിടുന്നതിനനുസരിച്ച് തേയ്മാനം വന്ന് ഈ പല്ലിൻ്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞു കഴിയുമ്പോൾ ഈ ഇടയ്ക്കത്തെ ടിപ്പ് ഉണ്ടോ, ഇത് ഈ നിൽക്കുന്നത് ഇത് താഴുന്നതിനനുസരിച്ച് ഇതും കുറച്ച് കൊടുക്കണം. അതിനാണ് ഈ ഫ്ലാറ്റ് ഇത് ഇങ്ങനെ കുറച്ച് കൊടുക്കണം. അതായത് ഇത് താഴുന്നതിനനുസരിച്ച് ഒത്തിരി വേണ്ടി വരത്തില്ല, സ്വല്പം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ടിപ്പേ കയറി പിടിക്കത്തുള്ളൂ. ശരി ശരി. പെട്രോളിനകത്ത് സ്റ്റില്ലിൻ്റെ ഓയിലാണ് ഒഴിക്കുന്നതെങ്കിൽ 1 ലിറ്റർ പെട്രോൾ ഉണ്ടാവും. 1 ലിറ്റർ പെട്രോളിനകത്ത് സ്റ്റില്ലിൻ്റെ പെട്രോൾ ഓയിലാണ് ഒഴിക്കുന്നതെങ്കിൽ 20 ml. എഴുതിയിട്ടുണ്ട്. അതൊരു ലോക്കൽ ഓയിലാണെന്നുണ്ടെങ്കിൽ 40 മില്ലി. 40 മില്ലി അതായിരിക്കും അതിൻ്റെ കണക്ക്. സ്റ്റില്ലിൻ്റെ തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ 20 മില്ലി മതി. കംപ്ലൈൻറ്റ് ഇല്ല. മെഷീനും നല്ലതായിരിക്കും. എങ്ങനെ വില സ്റ്റിലിൻ്റെ ഓയിലിന് എങ്ങനെ? 65 രൂപ വരും 1 ലിറ്റർ. 1 ലിറ്ററിന്. മറ്റേ 1/2 ലിറ്റർ 200 രൂപ താഴെ വരത്തുള്ളൂ. അപ്പോൾ 40 ഒഴിക്കണം. അത് ശരി. ഓക്കെ. പിന്നെ സ്റ്റിലിൻ്റെ ഓയിലാണെന്നുണ്ടെങ്കിൽ ഹെഡിൻ്റെ അകത്ത് കരിയറാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. കംപ്ലൈൻറ്റും കുറവായിരിക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ പെട്രോള് പ്ലസ് ഓയിൽ ഇതുണ്ടോ, ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പെട്രോള് പ്ലസ് ഓയിൽ 2T ഓയിൽ ഇവിടെ. ഓക്കെ. ഇവിടെ ഉള്ളി ഓയിൽ മാത്രം. ഇത് കണ്ടോ, ചെയിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, മണ്ടയ്ക്ക് ഓയിൽ കൊടുത്തിട്ടുണ്ട് അവിടെ അല്ലേ? അവിടെ. അപ്പം ഇവിടെ ഓയിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക. ശരി. ഈ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക, നമ്മുടെ റീസൈക്കിൾ ചെയ്ത ഓയിലത്. പക്ഷേ പാമോയിലിനെക്കാട്ടും വില താത്തി റീസൈക്കിൾ ചെയ്ത ഓയിൽ കിട്ടും. റീസൈക്കിൾ ചെയ്ത ഓയിൽ അതിനകത്ത് 120 രൂപ കൂടെ വില ലിറ്ററിന്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വേറെ കരടൊന്നും വരത്തില്ല. മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് തണുത്തുറയത്തുമില്ല. പാമോയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മളിവിടെ നമുക്ക് തണുപ്പ് കൂടുതലേ. ഇപ്പം വെച്ചാൽ ഇതിൻ്റെ അത് ഉറയും, ഹൈ റേഞ്ച് ആകുമ്പോൾ അല്ലേ? കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിറ്റേ ദിവസം കുറേ റൈസ് ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റീസൈക്കിൾ ചെയ്ത് ഓയിൽ ഒഴിക്കുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് നല്ലത്. ഇതിനകത്ത് 20 മില്ലി ഓയിലും ചേർത്ത് ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. പ്ലസ് ഓയിൽ ഇവിടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് പാം ഓയിൽ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത ഓയിൽ, കുറഞ്ഞ ഓയിൽ. പെട്രോൾ ഒഴിക്കുക, ഇതിൻ്റെ അകത്ത് ഫുൾ ഓയിൽ ഒഴിക്കുക. പെട്രോൾ അപ്പോൾ തീരുന്നു, അപ്പോൾ ഇത് നിർത്തിക്കും. റീസൈക്കിൾ രണ്ടാമത് ചെയ്യുമ്പോൾ 1 ലിറ്റർ പെട്രോൾ ഒഴിക്കാൻ പറ്റും. ഇതിന്റെ കപ്പാസിറ്റി ഇല്ല, 1 ലിറ്റർ ഉള്ളതില്ല. ഒരു 550 മില്ലിക്കുള്ളിൽ ഉള്ളതില്ല. ഇതിന്റെ കപ്പാസിറ്റി 550 മില്ലി. 2T ഓയിലോ അങ്ങനെ കൂട്ടരുത്. 550/20 എന്നൊക്കെ കൂട്ടി വരുമ്പോൾ കണക്കൊക്കെ അങ്ങ് പോകും. 1 ലിറ്ററിൻ്റെ അകത്ത് 20 മില്ലി. ശരി ശരി ശരി. അപ്പം പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ബാലൻസ് വരുന്ന പെട്രോൾ തിരിച്ചുകൂട്ടിയെടുക്കും. എല്ലാ ദിവസവും വെട്ടമുണ്ടല്ലോ, എല്ലാ ദിവസവും വെട്ടമുണ്ടല്ലോ, ഇല്ലല്ലോ, വല്ലപ്പോഴും ഉള്ളൂ. എന്ന് വെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓയിൽ അവിടെ കിടന്നോ, കുഴപ്പമൊന്നുമില്ല. അത് ഇഞ്ചിനുമായിട്ട് ബന്ധമില്ല. ഈ ചെയിനിൽ മാറുന്നത് ഇതിൻ്റെ അകത്തെ ഓയിൽ ഡയറക്റ്റ് ഇഞ്ചിനുമായിട്ട് ബന്ധമുള്ളതാണ്. കാർബറേറ്ററിനകത്തെല്ലാം ഉണ്ടാവും. അപ്പം ഇതിൻ്റെ അകത്തെ പെട്രോളും ഇങ്ങോട്ട് തിരിച്ചൂറ്റിയെടുക്കുക. മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക, ആക്സിലേറ്റർ കൊടുത്ത് ഡ്രൈ ആക്കി നിർത്തിയേക്കും. ശരി ശരി. ഓക്കെ ഓക്കെ. ഒരു കാരണവശാലും പെട്രോളിൻ്റെ അകത്ത് കിടക്കുന്നത്. ശരി ശരി. അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. കാരണം പെട്രോൾ കിടന്നാൽ കാർബറേറ്റർ പോയി. കാരണം നമ്മൾ പിന്നെ ചിലപ്പോൾ എന്നാ എടുക്കുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞ് എടുക്കുന്നെങ്കിൽ കാർബറേറ്റർ തീർന്നു. അത് കറക്റ്റായിട്ട് ചെയ്ത് വെച്ചാൽ. ശരി ശരി. ചെയ്യുന്ന പറഞ്ഞാൽ പോക്കുന്നില്ല. ഇപ്പോൾ കുറഞ്ഞ വരുന്ന റീസൈക്കിൾ ചെയ്ത് ഒരു ഇടുന്നു പറഞ്ഞില്ലേ. ഇതിപ്പോൾ ഇഞ്ചിനോ ഇല്ല, നമുക്ക് മുതലാകത്തില്ല. 350 രൂപ വരുന്ന. അപ്പോൾ നമുക്ക് അത് തന്നെ വാങ്ങിയാലോ? എടുത്തോ. ഇപ്പോൾ പെട്രോൾ ഓയിൽ കൂടി മിക്സ് ചെയ്തതാണ് നമ്മൾ ഇവിടെ ഒഴിച്ചത്. കുറഞ്ഞ ഓയിൽ ഒഴിച്ചു. അത് കുറഞ്ഞ ഇത് പെട്രോൾ ഓയിലൂടെ മിക്സ് ചെയ്ത് ഓയിൽ മിക്സ് ചെയ്ത് അതിനകത്ത് ഓയിൽ മിക്സ് ചെയ്ത്. ഇത് ശ്രദ്ധിച്ച് പിടിക്കണേ. ഇത് 4 പൊസിഷനാണ് ഇതിൽ നിൽക്കുന്നത്. ഏറ്റവും മണ്ടയ്ക്കത്തെ ഓഫ്, ഏറ്റവും മണ്ടയ്ക്കത്തെ 0 ഓഫ്, ഇത് ഓണ്,
ഇത് താഴേക്ക് 2 ചോക്കാണ് നിൽക്കുന്നത്. അതായത് ഇത് ഹാഫ് ചോക്ക്, ഏറ്റവും താഴത്തെ ഫുൾ ചോക്ക്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് ആക്സിലേറ്റർ നമുക്ക് പിടിക്കുക, ഏറ്റവും താഴെ കൊണ്ട് നോക്കുക. ഇതാണ് ആക്സിലേറ്റർ. അത് തന്നെ. ആക്സിലേറ്റർ ഞെക്കിയിട്ട് വേണം, ഇത് ഞെക്കിയാൽ സാധനം താഴേക്ക് വരും. ശരി ശരി. ഞെക്കി പിടിച്ചിട്ട് താഴെ കൊണ്ട് നോക്കുക. താഴത്തെ ഉണ്ടല്ലോ അല്ലേ? താഴെ രണ്ടും കൂടി കൂട്ടി പിടിച്ചാലേ കിട്ടും. ഓക്കെ, നല്ല കിട്ടത്തുള്ളൂ. ശരി ശരി. ഓക്കെ, ഏറ്റവും താഴെ കൊണ്ട് നോക്കുക. ഇതൊരു ബ്രേക്കാണ്. ബ്രേക്ക് ഇടുക, അതങ്ങോട്ട് ഇടുക, ഫ്രണ്ടിലേക്ക് ഇടുക. എന്നിട്ട് കിക്കർ വലിക്കുക. വലിച്ച് ഈ ഏറ്റവും താഴത്തെ പൊസിഷനാണ് ഇപ്പം കിടക്കുന്നത്. ഇവിടെ ഇട്ട് വലിച്ച് ഒരു 2-3 വലി വലിച്ച് കഴിയുമ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസം വരും. എന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ട് ആകാൻ പോകുന്ന പോണക്കത്തെ ഒരു സൗണ്ട് വരും. അന്നേരം തന്നെ നമ്മൾ കൈ കൊണ്ട് 2ാമത്തെ പൊസിഷനിലേക്ക് ഇടണം. അതായത് ഈ 2ാമത്തെ പൊസിഷനിലേക്ക് വീണ്ടും വലിക്കുക. വീണ്ടും വലിച്ച് കഴിയുമ്പോൾ മെഷീൻ സ്റ്റാർട്ട് ആകും, റേസ് ആവും. അങ്ങനെ റേസ് ആകുമ്പോൾ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. റേസ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത്തരം ഞെക്കി വിടുക. ഞെക്കി വിടുമ്പോൾ ഓൺ പൊസിഷനിലേക്ക് വന്നു, താഴത്ത് പ്രസ് ചെയ്യുക. റണ്ണിങ് പൊസിഷനിലേക്ക് താഴത്തെ ഞെക്കി വിട്ടൊക്കെ റണ്ണിങ് പൊസിഷനിൽ വന്നു. അപ്പം ഒന്ന് ഞെക്കി വിട്ട് കഴിയുമ്പോൾ സ്ലോ സ്പീഡിലേക്ക് ആയിക്കോളും. ശരി ശരി. എന്നിട്ട് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വെട്ടാൻ തുടങ്ങാം. ശരി ശരി. ഈ ഓണിൻ്റെ താഴേക്കുള്ള ഇത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് മെഷീൻ തണുത്തിരിക്കുന്ന അവസ്ഥയെ മാത്രം മതി. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ശരി ശരി. ഇപ്പോൾ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നിർത്തി, ഒന്നും ചെയ്യേണ്ട. ഓഫിൽ നമ്മൾ നിർത്തി, വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിർത്തി, ഒന്നും ചെയ്യേണ്ട, ഓണേ വെക്കുക, അടിക്കുക, സ്റ്റാർട്ടാക്കുക. ശരി ശരി. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് മാത്രം ഈ പറഞ്ഞ ഈ താഴത്തെ 2 പൊസിഷനിലേക്ക് പോയാൽ മതി. ഓക്കെ. ഇതിൻ്റെ താഴേക്കിട്ട് ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആവും. ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ വലിച്ചടിക്കില്ല. അപ്പോൾ ഞാനാണ് പറഞ്ഞ ഏറ്റവും താഴെയിട്ട് വലിച്ചിട്ട് ആ സൗണ്ട് വ്യത്യാസം വരുന്നത് തന്നെ 2ാമത്തെ പൊസിഷനിലേക്ക് ഇട്ടേക്കണം. എക്സ്പീരിയൻസ് കൊണ്ടേ ആകത്തുള്ളൂ. അതായത് ഇവിടെ ഇട്ട് വലിക്കുക, 2-3 വരി വലിക്കും, സൗണ്ട് വ്യത്യാസം വരും, അന്നേരം 2ാമത്തേലേക്ക് ഇടുക. അത് കഴിഞ്ഞ് റൈസ് ആവും, അപ്പോൾ ഞെക്കി വിട്ടേക്കുക. അപ്പോൾ റണ്ണിങ് മോഡിലേക്ക് പോകും. ഇത് ചെയ്തു. ഇത് പാക്കറ്റിലുള്ള അക്സസറീസ് ആണല്ലോ. ഇതിന്റെ കൂട്ടത്തിൽ ഇതൊരു രാഗാനുള്ള ഒരെണ്ണമുണ്ട്. റൗണ്ട് ഒന്ന്, ഫ്ലാറ്റ് ഒന്ന്. ശരി ശരി. പിന്നെ ഒരു സ്പാനർ. ഓക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെ ഉള്ളത്. പിന്നെ ഇത് സ്റ്റില്ലിന്റെ 250 എന്ന് പറയുന്ന മോഡൽ.